ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച കേരള നവോത്ഥാന നായകന്മാർ. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1809 മാർച്ച് 12-നാണ്. ജന്മസ്ഥലം സാമിത്തോപ്പ്, കന്യാകുമാരിയിലാണ്. പിതാവ് പൊന്നുനാടാർ, മാതാവ് വെയിലാളമ്മ, ഭാര്യ തിരുമാലമ്മാൾ എന്നിവരാണ്. അന്തരിച്ച വർഷം 1851 ജൂൺ 3-നാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്നത് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന നാമം എന്താണ്? മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി. പിന്നീട് വൈകുണ്ഠസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അപ്പം കുട്ടിക്കാല നാമം മുടിചൂടും പെരുമാൾ എന്നും മേൽജാതിക്കാരുടെ സമ്മർദ്ദം മൂലം ആ പേരുമാറ്റി മുത്തുക്കുട്ടി എന്നാക്കുകയും പിന്നീട് വൈകുണ്ഠസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമായിരുന്നു തിരുക്കുറൾ. അപ്പം കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമായിരുന്നു തിരുക്കുറൾ. വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം സാമിത്തോപ്പാണ്. അപ്പം കുട്ടിക്കാലത്ത് സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറലും വൈകുണ്ഠസ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലം സാമിത്തോപ്പുമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. അപ്പം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഉഴിയം, വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വൈകുണ്ഠസ്വാമികൾ നിവേദനം സമർപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാതി തിരുനാൾ. അപ്പം ഉഴിയം, വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന് നിവേദനം സമർപ്പിച്ചത് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികളായിരുന്നു. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് പഠിച്ചത്? കുട്ടിക്കാല നാമം മുടിചൂടും പെരുമാളെന്നും പിന്നീട് മുത്തുക്കുട്ടിയെന്നും പിന്നീടത് വൈകുണ്ഠസ്വാമികളെന്നുമായി. പിന്നെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കുട്ടിക്കാലത്ത് സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറലാണ്. ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് സാമിത്തോപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം പഠിച്ചിട്ടുള്ളത്. പിന്നെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന് നിവേദനം നൽകി. എന്തിനു വേണ്ടിയിട്ട്? ഉഴിയം, വിരുത് തുടങ്ങിയ ജന്മിത്ത സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാജാധികാരത്തെ എതിർക്കുകയും വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ദിവസം ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചിരുന്നു. പിന്നീട് സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ അദ്ദേഹത്തെ മോചിതനാക്കിയത്. ശിങ്കാരത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ഠസ്വാമികൾ മോചിതനായ വർഷം 1839 മാർച്ച് 26-നായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് 110 ദിവസം ശിങ്കാരിത്തോപ്പ് ജയിലിലടച്ചത് സ്വാതി തിരുനാളായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. ശിങ്കാരിത്തോപ്പ് ജയിലിൽ നിന്നും വൈകുണ്ഠസ്വാമികൾ മോചിതനായത് 1839 മാർച്ച് 26-നാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ തൻ്റെ സഹപ്രവർത്തകരുമായി ചേർന്ന് പരസ്യമായി വലിച്ച് ആചാര ലംഘനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനമാണ് ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യനും. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 2020 UP സ്കൂൾ അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുണ്ഠസ്വാമിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ. ഇതും ഒരു PYQ ആണ്. നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ലോകത്തിന് നൽകിയ മഹത് വചനം ഏതാണെന്ന് ചോദിച്ചാൽ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യനും. പ്രധാന കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനെ അരുൾനൂൽ.